ശ്യാമ അഞ്ചെന്ന് ഷോർട്ട് കട്ട് ഉണ്ടോ ഗൈസ്? അതേ വന്നാൽ നേരെ അങ്ങോട്ട് കയറായിരുന്നു. ഇപ്പോൾ ഇതേ റോഡ് എത്തി. എൻ്റെ ഷോർട്ട് കട്ട് കൊടുക്കുക, ഷോർട്ട് കട്ട്. ഇനി റിട്ടേൺ ചുറ്റി പോകണം ഗൈസ്. നേരെ അങ്ങോട്ട് പോയിട്ട് തന്നെ പോകണം. നോക്കട്ടെ ഗൈസ്, ചെറിയ വഴി കിട്ടുമെന്ന് നോക്കട്ടെ. അത്യാവശ്യം നല്ല വെയിലായിരുന്നു കേട്ടോ. അറിയ ഉടനെ ഉണ്ടെന്നാണ് തോന്നുന്നത്. റൈറ്റ് പിടിച്ച് പോവാം. കാണുമെന്ന് വിചാരിക്കുന്നു. ആ ഉണ്ട്. കയറാൻ പറ്റില്ല. അതായത് നല്ല ലെങ്ത് ആയിരിക്കും എല്ലാ വീഡിയോസും കഴിഞ്ഞു. എന്നാലും ബാറ്ററിൻ്റെ നേരല്ലേ തിരുപ്പൂർ ലെഫ്റ്റ്, ഒരു സ്ട്രീറ്റ്, പതിന് സ്ട്രീറ്റ്. ഇത് ഒരു വട്ടം ഗൈസ്. ഇത് വട്ടത്തെ കടന്ന ഇനി ഒരു വട്ടം ഇരിക്കാടാ. നമുക്ക് അത്യാവശ്യം തമിഴൊക്കെ അറിയാം കേട്ടോ. കാരണം ഒന്ന് ബോർഡർ സൈഡ് ആയതുകൊണ്ട് തന്നെ, പിന്നെ കുറച്ച് ഞാൻ തമിഴ്നാട് തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ തമിഴ് സിനിമ കണ്ട ചൂടി തന്നെ നേരല്ലേ. ഇവിടുന്ന് നമുക്ക് നേരെ തന്നെയാണ് കേട്ടോ പോണത്. നാമക്കലൊക്കെ ലെഫ്റ്റ് സൈഡാണ്, നാമക്കൽ റൂട്ട്. പളനി സ്ട്രീറ്റ് തന്നെയാണ് കേട്ടോ. ക്ലച്ചിൻ്റെ സൗണ്ട് വരുന്നുണ്ടോ ഗൈസ്? ക്ലച്ചിൻ്റെ നല്ല രീതിക്കുള്ള സൗണ്ട് വരുന്നുണ്ട് ഗൈസ്. എന്താകും ഏതാകും എന്നറിയത്തില്ല. ഓക്കെ, സൗണ്ട് ഉണ്ടോ? പോയിട്ട് ചായ കുടിക്കാം. ഒരു ചായ കടയിൽ നിർത്തിക്കണം ഗൈസ്. ചായ കുടിക്കട്ടെ. ബാറ്ററി കോപ്പറിൽ ചാർജില്ല, അതും ചാർജ് ചെയ്യാം. മുടിയൊക്കെ വെട്ടിയായിരുന്നു. റോഡായിരുന്നു, മുടി വെട്ടിണ്ടായിരുന്നു. ഏകദേശം എത്ര സമയം? 9 മണിയായി ഗൈസ്. ഞാനും ഇതിൻ്റെ സമയം ബ്രേക്ക് എടുത്താണ്. നമുക്കിങ്ങനെ എണ്ണമക്കളൊന്നും കഴിക്കാനില്ല. ട്രാവൽ ചെയ്യുമ്പോൾ ഒരു സീറ്റ് ബാൻ എടുത്തിട്ടുണ്ട്. പോകുമ്പോൾ ലൈറ്റ് എന്തെങ്കിലും ഫുഡ് എന്തെങ്കിലും കഴിക്കണം. കയറുന്ന മുമ്പ് എന്തെങ്കിലും നല്ല ലൈറ്റ് ആകും. പിന്നെ ഗോപ്പിളും തീരെ ചാർജ് ചെയ്യില്ല. കുറച്ച് ഓയിൽ ടോപ്പ് ചെയ്യാൻ പോകട്ടോ. കാരണം വെച്ചാൽ അത്യാവശ്യം നല്ല ഹൈവേ അല്ലേ, അതുകൊണ്ട് കുറച്ച് ഓയിൽ ടോപ്പ് ചെയ്യുന്നത്. നമ്മൾ ഇതിന് HP റൈസറാണ്. ഒരുപാട് ഫുള്ള് പിന്നില്ലേ. അപ്പുറം നോക്കി തേങ്ങാമരം, അപ്പുറം നോക്കി ഡ്രിപ്പ് വാങ്ങി. അവിടെ കാണിക്കും. അടിപൊളി സെറ്റപ്പ് അല്ലേ. വ്യക്തിഗത വ്യൂ ഉണ്ടാവും. അങ്ങനെയില്ല. ബാറ്ററി ഇടാൻ കൂടെ നിർത്തിയതായിരുന്നു. കുറച്ച് നേരം ഗോപ്രോയുടെ റെക്കോർഡ് ചെയ്യാം. അതിനെന്തിൻ്റെ സെറ്റപ്പ് നമുക്ക് എപ്പോഴും വീഡിയോ എടുക്കാൻ ചെയ്യാൻ പറ്റും. ഒരുത്തൻ വീഡിയോ എടുത്ത് അത് വീഡിയോ ഓണാക്കാതെ എടുത്തിട്ട് പോയി ഇത്ര നേരം. അപ്പോൾ എന്തായാലും മാക്സിമം പറ്റുന്ന പോലെ ഒരു ബാറ്ററി വെച്ചിട്ട് ഈ വീഡിയോ അല്ലെങ്കിൽ ഈ ചാനൽ ഈ ഒരു കൊടൈക്കനാൽ ട്രിപ്പ് നമുക്ക് എൻജോയ് ചെയ്യാം. മാക്സിമം ആഡ് ചെയ്യാൻ പറ്റുന്ന ആഡ് ചെയ്യുന്നതായിരിക്കും. നല്ല കാറ്റ് കേട്ടോ. കാറ്റ് വോയിസ് എങ്ങനെ കേൾക്കുന്നുണ്ട് എന്ന് എനിക്കറിയത്തില്ല. നോക്കാം. അപ്പം എന്തായാലും യൂട്യൂബ് കണ്ടോ ലൈറ്റ് റൗണ്ടായിട്ട് ചെയ്യാൻ തോന്നുന്നു. നമുക്ക് സൂപ്പർ വൈഡിൽ നമുക്കൊന്ന് കറങ്ങാം. നമ്മുടെ വണ്ടി ഇതാ. നല്ലൊരു ക്വാളിറ്റി ക്യാമറ പൊളി കേട്ടോ. എനിക്ക് എന്തായാലും എടുക്കുമ്പോൾ ചെറിയൊരു പ്രശ്നം തോന്നിയാലും ഇപ്പോൾ ക്യാമറ നല്ല അടിപൊളി ഇതിലാണ് കിട്ടുന്നത്. സോ നമുക്കെന്തായാലും ഇത് സൂപ്പർ വൈഡിൽ ഇത് ക്രൂസ് ചെയ്യാം. 109 കിലോമീറ്റർ കൊടൈക്കനാലിലേക്ക്. ഇവിടെ നിന്ന് പഴനിക്ക് അത്യാവശ്യമുണ്ട്. നമ്മൾ ഈ 2 വഴി പോകുന്നുണ്ട്. ഏത് വഴി മതി? ഇത് സൂപ്പർ വൈഡാണെന്നുള്ള കാണുന്നൊന്നും അറിയില്ല. 2 വഴി പോകുന്നുണ്ട്. നമുക്ക് എങ്ങനെയാണ് പോകാൻ പറ്റുന്നത്? സാർ അക്കൂടം മറ്റൊരു സ്ഥലം എന്താണ് അടുക്കം ക്രിസ്റ്റി ഹോം. നീ ക്രിസ്റ്റി ഹോം കിടക്കണം. കൊടൈക്കനാലൊന്നല്ലേ കിടക്കണം? കൊടൈക്കനാൽ. ഓക്കെ.
പോവാം. ഇപ്പം നിങ്ങൾക്ക് ഒരു നല്ല സൂപ്പർ വ്യൂ ദിണ്ടുക്കൽ 103, പളനി 48 കിലോമീറ്റർ, പഴനിക്ക് കേട്ടോ. ജലിപ്പട്ടി ആ വ്യൂ പോയിന്റ് കഴിഞ്ഞു കേട്ടോ. നല്ലൊരു അടിപൊളി വ്യൂ തന്നെയായിരുന്നു. പെണ്ണ് റൈറ്റാണ് കഴിച്ച് പോകേണ്ടത്. ഇതല്ലേ വഴി. ഇതൊരു കൺഫ്യൂഷൻ ആക്കണം ഗൈസ്. ടാറ്റാ ബൈ ബൈ. നമ്മളിപ്പോൾ ഉടുമലപ്പേട്ട എത്തിയില്ല കേട്ടോ. ഉടുമലപ്പേട്ടല്ല, ഉടുമലപ്പെട്ട് എന്നാണ്. വളരെ അറിയത്തില്ല. ഉടുമലപ്പെട്ട് എന്നുള്ളത് അറിയത്തിലുണ്ട്. പഴനിക്ക് ഉണ്ടാവും ഒരു 40 കിലോമീറ്റർ ഉണ്ടാകുമായിരിക്കും. മേബി 140 കിലോമീറ്റർ ഉണ്ടാവും. നല്ല ചൂടുണ്ട് ഇവിടെ, നല്ല രീതിക്കുള്ള ചൂടുണ്ട്. കൈകളൊക്കെ കൊള്ളുന്നു. കൈ മറ്റേ ഇതുള്ളതുകൊണ്ട് ഗ്ലൗ ഉള്ളതുകൊണ്ട് വല്ലതായിട്ട് അറിയുന്നില്ല. കാലൊക്കെ നല്ല എഞ്ചിൻ്റെ ചൂടുണ്ടല്ലോ, നല്ല രീതിക്കുള്ള പൊള്ളലുണ്ട്. നല്ല ചൂടുണ്ട് കേട്ടോ അവിടെ. ഗ്ലൗ എടുത്ത് എത്തുന്നില്ല, അല്ലെങ്കിൽ കൈകളൊക്കെ കറുത്ത് പോയിട്ടുണ്ടാവും. അങ്ങനെ ഫേസ് ഗ്ലൗ എടുത്തുണ്ടാവുന്നത് വലിയ പ്രശ്നമില്ല. പിന്നെ ബ്ലാക്ക് വൈസറാണ്. അത്യാവശ്യം സൺടാണിൽ നിന്ന് ഒരു പ്രൊട്ടക്ഷൻ കിട്ടുമെന്ന് വിചാരിക്കുന്നു. നേരല്ലേ ടൗണ്. ഇവിടെ ബസ് സ്റ്റാൻഡൊക്കെ ഉണ്ട് ഇവിടെ. നേരെ പറയണത് ഈ നേരല്ലേ? ആ പറ്റേ ഈ ലെഫ്റ്റ് അല്ലേ? കൊള്ളാലോ, അടിപൊളി സെറ്റപ്പാണല്ലോ. ബസ് സ്റ്റാൻഡല്ലേ ഇത്? ബസ് സ്റ്റാൻഡിൻ്റെ കെട്ടിക്കൊണ്ടിരിക്കാൻ തോന്നുന്നു. നോക്കിയാടാ തമിഴ്നാട് കൾച്ചേഴ്സിൻ്റെ ഫോട്ടോസൊക്കെ. എന്നാ പൊടിയാ, നല്ല പൊടി അടിക്കുന്നുണ്ട് കേട്ടോ. സംസാരിക്കണമെങ്കിൽ വയസ്സ് നോക്കുകയും ചെയ്യണം. നല്ല പൊടി അടിക്കുന്നുണ്ട്. എങ്ങനെ യൂട്ട് എടുക്കും വേണം? എങ്ങനെ യൂട്ട് എടുക്കണ്ടത്? ഓ അങ്ങനെ എടുക്കണം. പളനി എല്ലാവരെയും നല്ലവനാക്കണേ, കെട്ടവനാക്കണേ. മര്യാദയ്ക്ക് പോകുമ്പോൾ അതിനിടയിൽ കൂടെ അവൻ കെട്ടിച്ച് കയറാൻ എന്തൊരവസ്ഥയാണ് ഗായ്സ്. കംപ്ലീറ്റ്ലി ബാഡ് സ്വഭാവമല്ലേ അത്? അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? പാടില്ല. ഒരു പാട്ടൊക്കെ പാടി പോകാന്ന് വെച്ചാൽ യൂട്യൂബിൻ്റെ കോപ്പിറൈറ്റ് പ്രകാരം നല്ല രീതിയിലുള്ള കോപ്പിറൈറ്റ് തരം തരാം. എന്തായാലും എനിക്ക് ഈ വീഡിയോ ഒക്കെ എനിക്കറിയാം. ഈ കൊടൈക്കനാൽ ട്രിപ്പ് ഒന്നിനും മോണിറ്റൈസ് കിട്ടില്ല. കാരണം ഒരു പാട്ട് ആഡ് ചെയ്താൽ എനിക്ക് ഒരു മോണിറ്റൈസ് കിട്ടില്ല. എനിക്ക് നല്ലോണം അറിയാം. കാരണം
പാട്ട് വെക്കാൻ പറ്റില്ല ഗൈസ്. അപ്പോഴേക്കും കോപ്പറേറ്റ് തരും. ചിക്കൻ കഴിക്കാം, ചിക്കൻ നല്ല ചോറ് കഴിക്കാം, വേറെ ഒന്നും വേണ്ട. പക്ഷെ പേടിയാണ് വന്ന് കഴിക്കാണെങ്കിൽ. തമിഴ്നാട്ടിലൊരു സീനാണ് നമുക്ക്. ഉച്ചയ്ക്ക് ദോശ കഴിക്കാൻ പറ്റൂട്ടോ, നല്ല ചോറുണ്ടെങ്കിൽ കഴിക്കാം. ഇല്ല ഒന്നുമില്ലെങ്കിൽ കുസ്ക. കുഴപ്പമില്ലാത്തൊരു ഹോട്ടൽ നോക്കാം. ഇല്ലെങ്കിൽ പിന്നെ കുസ്ക കഴിക്കാം. കുസ്ക എന്ന് വെച്ചാൽ കുസ്ക പറഞ്ഞ വെച്ചാൽ നമ്മുടെ ബിരിയാണിൻ്റെ റാവത്തൂർ ബിരിയാണിൻ്റെ റൈസ് മാത്രം ഒരു സെറ്റപ്പാണ് ഈ കുസ്ക പറയുന്ന സാധനം. അത് നമുക്ക് ചെറിയ കടകൾ തൊട്ട് എല്ലാവരുടെയും കിട്ടും കോമൺ ആയിട്ട്. പക്ഷെ ഇവിടെയൊക്കെ ഭയങ്കര ലോ ക്വാളിറ്റി ക്വാളിറ്റി അല്ല ക്വാണ്ടിറ്റിയിലേക്ക് എത്രയൊക്കെ ഉണ്ടാവുള്ളൂ. തൈര് സാധനമൊക്കെ പോലെ. ശ്യാമൻ നിറയെ കഴിച്ചിട്ടുണ്ടാവും. തൈര് സാധനമൊക്കെ അടിപൊളിയാണ്. പക്ഷെ കഴിക്കണ പോയി കഴിക്കണം ഉള്ള സാധനം. ഇല്ല വെറുതെ എല്ലാവിടെയും ചോറ് പണ്ണ മതിയത്. നല്ല ഫുഡ് കിട്ടണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് തമിഴ്നാട്ടിൽ. പിന്നെ നല്ല കൊടുക്കുന്ന റേറ്റ് റേറ്റ് കൂടുതലാണ് ഫുഡിനൊക്കെ. ചിലവിടെയൊക്കെ ചില റേറ്റ് കമ്മി കിട്ടും, പക്ഷേ ഭയങ്കര ക്വാളിറ്റി. ചിലവിടെയൊന്നും മായി വെക്കാൻ പറ്റത്തില്ല. നോക്കാം, നല്ല ഫുഡ് അവിടെയും കിട്ടുമെങ്കിൽ കഴിച്ചിട്ട് പോവാം. സമയം 10:21. അത്യാവശ്യം ഉച്ചയായ പോലെയുള്ള ഫീലാണോ ഉള്ളത്. അതൊരു ഉച്ചയായ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യണം. അത്രയും വെയിലുണ്ടാവും. ജാതി വെയിൽ. മഴയുടെ പേരിന് ട്രെയിൻ ഇങ്ങോട്ടൊക്കെ എടുത്താൽ ഇവിടെ ഒടുക്കത്തെ വെയിൽ കാര്യം. ഒടുക്കത്തെ വെയിൽ വരെ 1.5 വെയിൽ. ചെറിയൊരു പണി കിട്ടി ഗൈസ്. ബാറ്ററിൻ്റെ കേബിൾ പൊട്ടി, സാധനം ചാടി പുറത്ത് ചാടി. എന്നാലും എനിക്ക് തോന്നിയിരുന്നു എന്തോ ഒരു തള്ളൽ വരുന്ന പോലെ തോന്നിയതായിരുന്നു. സൈഡ് കവറോടെ എന്താ കാരിക്കൊന്ന് കറക്റ്റ് നിന്നുകൊണ്ട് കുഴപ്പമില്ല. അതെ, വെറുതെ പോകുമ്പോൾ ഒരു പണിയൊക്കെ വേണ്ടേ അല്ലേ? എന്ത് ചെയ്യുന്നീ എവിടെ വെച്ച് കിട്ടണം? എങ്ങനെ കിട്ടൂടോ അത്? ഇങ്ങനെ ഇട്ടിട്ടേ ഇവിടേക്ക് ലോക്ക് ഇത് തട്ടുമോ? ഇതിലിട്ട് ലോക്കിയല്ലോ. ഇതിൽ മുട്ടാനും പറ്റില്ലല്ലോ. ഓ ദൈവമേ. ഇടിയാ ഇതിങ്ങനെ കട്ടാ. ഇതിങ്ങനെ വെച്ചിട്ടുണ്ട്. അതവിടെ നിൽക്കുന്നുണ്ട്. ശ്യാമിൻ്റെ അതിവിദഗ്ധമായ ഇവിടെ നാടിനാട് ചേസ് തുരുമ്പടിച്ചിട്ടുണ്ടോ? ചേസ് കിട്ടിയാ? കേറി എവിടെ വരുന്നില്ല. ഇവിടെ റിട്ടേൺ ഇട്. ബാറ്ററി മാറ്റണ നല്ലതാണ്. അത് കുറേ ആടത് വെച്ച് സെറ്റ് ചെയ്തിട്ട് കുറേ. എന്താ പണിയൊന്നും കിട്ടാത്ത ഇവിടെ നോക്കിയല്ലേ. എന്താ സംഭവം നോക്ക്. ഓക്കെ ഇവനെ അയ്യോ ഇങ്ങനെ ലോക്ക് ചെയ്യാം. അടിക്കണം ശ്യാമം കൊണ്ടേ കൂട്ടും. അങ്ങനെ സംഭവം സെറ്റാക്കിയിട്ടുണ്ട്. കയറൊക്കെ വെച്ച് സെറ്റാക്കി കെട്ടിവെച്ചിട്ടുണ്ട്. ഇനി നേരെ പോകണം. കുറച്ചുകൂടെ ഓയിൽ ഫില്ല് ചെയ്യണം. കാരണം ഒടുക്കത് നല്ല ചൂടാണ്. വണ്ടിക്ക് ഇതിന് മൈലേജ് ഉള്ളതുകൊണ്ട് തന്നെ. കാവൽത്തുറൈ അല്ലേ, ഹൈവേ പെട്രോൾ. അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടെ ഓയിൽ മിക്സ് ചെയ്യണം. കാരണം എന്ന് വെച്ചാൽ എന്തായാലും പുതിയ ഓരോ ഓയിലും വാങ്ങണം. കുറച്ച് പെട്രോൾ എന്തായാലും കയറുന്ന സമയത്ത് അടയ്ക്കണം. കുറച്ചെന്തെങ്കിലും ഓയിൽ മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളം കുടിച്ചിട്ട് അങ്ങനെ ഇറങ്ങാൻ കേട്ടോ. ഗായ്സ് ഇവിടുന്ന് കൊടൈക്കനാലിലേക്ക് ഏകദേശം 90 കിലോമീറ്ററോളം ഉണ്ട് കേട്ടോ. ഇനി ഒരു 100 കിലോമീറ്റർ പോകണം. എവിടെ എത്തിയിട്ടില്ല. ഇവിടുന്ന് ഒരു സ്പ്ലിറ്റിംഗ് ഉണ്ട്. ഇവിടുന്ന് ഹൈവേയിലേക്ക് കയറണം, റൈറ്റിലേക്ക് കയറി പോകണം കേട്ടോ. അവിടുന്ന് എന്നാ ജാതി ചൂടാന്ന് അറിയോ ഗായ്സ്. ഒടുക്കാത്ത ചൂട് പറഞ്ഞാൽ ഒടുക്കാത്ത ചൂട്. നമ്മൾ പൊള്ളാണ്, ജാതി പൊള്ളലാണ് കേട്ടോ. ഒരു തരത്തിലൊരു സ്മെല്ലും ഉണ്ട് ഇവിടെ. എന്തിൻ്റെയാണോ എന്നറിയില്ല. ഫിഷിൻ്റെ ആണോ എന്തോന്നും അറിയില്ല.
സ്മെല്ലുണ്ട്. നമ്മൾ അത്യാവശ്യം സ്ലോവിൽ തന്നെയാണ് പോകുന്നത്. കാരണം എന്ന് വെച്ചാൽ വണ്ടി നല്ല ചൂടിലാണ്. കാരണം എന്ന് വെച്ചാൽ നല്ല രീതിയിലുള്ള ചൂടുണ്ട് ഇവിടെ. അതേപോലെ തന്നെ നമ്മുടെ വണ്ടിക്ക് മൈലേജ് ഉള്ളതുകൊണ്ട് പെട്രോൾ ടാങ്ക് 3/4 ടാങ്ക് അനങ്ങിയിട്ടില്ല. പെട്രോൾ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ അത് ലൈറ്റിൽ പണിയും കൂടിയാണ്. കാരണം അതേപോലെ തന്നെ നമ്മുടെ വണ്ടിയിൽ ഫ്യൂവൽ മിക്സ് ചെയ്യുന്ന റേഷ്യോ അല്ല ഓയിൽ മിക്സ് ചെയ്യുന്ന റേഷ്യോ കമ്മിയാകും. സോ മുമ്പ് കിട്ടിയ പോലെ പണി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. സാധാരണ ഇപ്പോൾ റീഫിൽ ചെയ്തിട്ടുണ്ട് ഓയിൽ. ദിണ്ടുക്കൽ 68 കിലോമീറ്റർ. സുബ്രഹ്മണ്യ കോളേജ് ആർട്സ് ആൻഡ് സയൻസ് കോളേജാണ്. തമിഴ്നാട് പറഞ്ഞാൽ കോളേജൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം നല്ല സെറ്റപ്പാണ്. സെറ്റപ്പാന്ന് പറയാന്നില്ല, അതിനനുസരിച്ച് അവന്മാർ വാങ്ങുകയും ചെയ്യും. തമിഴ്നാട്ടിലെ എന്താ പറയുക, മെയിൻ വന്നിട്ട് ഏറ്റവും ഇൻഡസ്ട്രിയിലെക്കാളും കൂടുതൽ കോളേജുകളാണ്. ഓക്കെ ഓക്കെ നമുക്കിവിടെ ഇതിൻ്റെ കേട്ടോ പളനി 15 കിലോമീറ്റർ, അവിടെ 15 കിലോമീറ്റർ പഴനിക്കുള്ളൂ. ഇതിൻ്റെ സ്ട്രെയിറ്റ് തലയത്തൂത്ത് ലെഫ്റ്റ്, നമുക്ക് പോണത് റൈറ്റ് പളനി. ലെഫ്റ്റ് എടുത്തിട്ട് റൈറ്റ്, ശരി റൈറ്റ് എടുത്തിട്ട് ലെഫ്റ്റ് അല്ലേ? ഇവിടെ നമുക്ക് ലെഫ്റ്റ് പോകണം. ബസ് വരുന്ന വഴി അല്ലേ? ആ ബസ് വരുന്ന വഴി നമുക്ക് റൈറ്റിലോട്ട് പോകണം ഗൈസ്. ഹെൽമെറ്റ് മാത്രമാണ് കുഴപ്പമില്ല ഗൈസേ. മച്ചന്മാരെ അങ്ങനെ ഹെൽമെറ്റിൻ്റെ വെയിറ്റ് മാത്രമാണ് കുഴപ്പമില്ല. പക്ഷേ ഈ ക്യാമറയുടെ വെയിറ്റും കൂടെ ആയതുകൊണ്ട് നല്ല രീതിക്കുള്ള ഏതാണ് നെക്ക് പെയിൻ ഉണ്ട് കേട്ടോ. നല്ല രീതിക്ക് പറഞ്ഞാൽ നല്ല രീതിക്കുണ്ട്. കുറച്ച് വണ്ടി എടുത്ത് തന്നോ അവിടെ ഇങ്ങനെ നല്ല ഗ്യാപ്പ്. ഇവിടെ ഇട്ടോടാ, തണുപ്പുണ്ടാ? ഇവിടെ ഇടണ കുറച്ച് റെസ്റ്റ് കിട്ടെ. നല്ല കാറ്റുണ്ട്, നല്ല വെയിലുണ്ട്. പക്ഷേ ഈ ഒരു കാണിച്ചതും വെള്ളം കുടിച്ച് കുറച്ച് നേരം റെസ്റ്റ് എടുക്കും. വണ്ടിക്ക് റെസ്റ്റ് കൊടുത്തിട്ട് കാറ്റ് വോയിസ് വെക്കുന്ന അറിയാം അല്ലേ? അപ്പോൾ ചേട്ടൊക്കെ എടുത്തിട്ടാണ് നൈസായിട്ട് പോകുന്ന പ്ലാൻ. അതല്ല കുറച്ച് നേരം ഒരു 10 മിനിറ്റ് റെസ്റ്റ് എടുത്തിട്ടെ വണ്ടി കൊണ്ട് തണുക്കട്ടെ. ഭയങ്കര ചൂടായിരുന്നു. തണുക്കൂ തണുക്കല് കുറച്ച്. ഓക്കെ, വീട്ടിൽ ഞങ്ങൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു. നേരെ ഒരു ഫുഡിങ് സ്പോട്ടാണ് നോക്കുന്നത്. കുഴപ്പമില്ലാത്തൊരു ഫുഡ് കഴിക്കാനുള്ള സ്പോട്ട് നോക്കിയപ്പോൾ ഈ ഫുഡ് കഴിക്കാം. നല്ല ഫുഡ് കിട്ടണതാണ് പ്രശ്നം ഗൈസ്. നല്ല ഫുഡാണ് എന്നാലും കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ കിട്ടുമായിരിക്കും വിചാരിക്കുന്നത്. കാരണം കയറുന്ന സമയത്ത് കഴിച്ചിരിക്കും പിന്നെ ഇന്ന് പട്ടിണി തന്നെ, ഒരു രക്ഷയില്ല. പിന്നെ ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് വിശപ്പ് വേർത്തില്ല. അതൊക്കെ നല്ല രീതിയിലുള്ള വിശപ്പുണ്ട്. എന്തായാലും എവിടെയെങ്കിലും നല്ലൊരു സ്പോട്ടോട്ട് ഫുഡ് കഴിച്ചിട്ട് സെറ്റാക്കണം. പുള്ളിങ്കോ നമ്മളിനി പോകുന്നത് ആ മലക്കട ഗായ്സ്, കൊടൈക്കനാൽ. യോയോ ഇങ്ങനെ വളരെ പോണ പോകുന്ന വഴി പമ്പൊക്കെ ഉണ്ടാവും കൂടെ, ഉണ്ടാവില്ലേ? ഓ ഗായ്സ്, വേസ്റ്റ് നോക്ക് ഗായ്സ്, കാണുന്നുണ്ടോന്ന് അറിയില്ല. ഒടുക്കത്തെ വേസ്റ്റാണ്, അൺഹൈജീനാണ് മൊത്തം. ഭയങ്കര സ്മെല്ലും ഉണ്ട്. എന്താ സംഭവം എന്നല്ല. തമിഴ്നാട് എന്തോ ഈ മറ്റേ പൂജയൊക്കെ കഴിക്കുന്ന സ്ഥലം പോലെ തോന്നുന്നു. എവിടാ റേറ്റ് നീ പറഞ്ഞോ? നല്ല ഡസ്റ്റ് ഉണ്ട് കേട്ടോ ഭായി, നല്ല രീതിയിലുള്ള ഡസ്റ്റ് ഉണ്ട്. റഷി ഡസ്റ്റ് ഉണ്ട്. പഴനി കാണിച്ചു കേട്ടോ. കേട്ടോ നിങ്ങൾക്ക് കാണുന്നുണ്ടോ അറിയില്ല, പഴനി ഉണ്ടോ? അത് ഹോട്ടൽ കയറ്റില്ല കേട്ടോ. ഞങ്ങോട്ട് ഹോട്ടലൊന്നും ഇല്ലയെന്നാണ് എൻ്റെ ഒരിത്. കാരണം ഏകദേശം ഹിൽ ഏരിയ എത്തിയിട്ടുണ്ട്. ഒരു ഹോട്ടലിൽ കഴിക്കുമ്പോൾ ശ്രീ ശരവണ ഭവ എന്നൊക്കെ ഉണ്ട്.
ഇവിടെ എൻ്റെ ഊണ് കഴിക്കാം. ഓക്കെ, ഓൾമോസ്റ്റ് ഫുഡേക്ക് പോകണം. നല്ല വിശപ്പ്. പിന്നെ ഒരു വഴിയില്ല, ഇങ്ങോട്ടാണ് ഒരു വഴിയില്ല. നമുക്ക് ഇനി കൊടൈക്കനാൽ പോകണം. അതിന് മുമ്പ് ഫസ്റ്റ് പെട്രോൾ അടിക്കണം. ആ പെട്രോൾ അടിച്ചിട്ട് വേണം പോകണമെങ്കിൽ. അപ്പോൾ നമുക്ക് ഫുഡ് കഴിച്ചിട്ട് നേരെ പെട്രോൾ അടിച്ചിട്ട് കൊടൈക്കനാൽ കയറാം. അപ്പോൾ സമയം വന്നിട്ട് 12 മണിയായിരിക്കും. 12 മണിയുണ്ട് സമയം. നമുക്ക് ഫുഡൊക്കെ കഴിച്ച് നൈസറി കയറാം. ഫസ്റ്റ് ഒന്ന് ചെക്കണം, വിശപ്പ് സഹിക്കാൻ പറ്റാം. എന്തായാലും 2 ദോശയും കൂടെ എക്സ്ട്രാ വേണ്ടി വരും. ഗായ്സ്, നമ്മൾ ഫുഡ് വെച്ച് ഇറങ്ങി. ഗൈസ്, ഒടുക്കത്തെ വെയിലാണ് ഗൈസ്. ഒടുക്കത്തെ വെയിൽ പറഞ്ഞാൽ ഒടുക്കത്തെ വെയിൽ, ഒരു രക്ഷയില്ല. ഇനി അടുത്ത് അവിടെ ഒരു പമ്പുണ്ടെന്ന് തോന്നുന്നു, പറഞ്ഞായിരുന്നു. ആ പമ്പിൽ പോന്നു. പനിയാ? ആ പനിയാ. എന്താ പണിൻ്റെ വഴി? എന്താ പണിക്ക് പോണ വഴി? പൂളെ എന്താ പണി? ഇത് മറ്റേ സംഭവം ഉണ്ടാ, ഐവർ മഠം. ഒരു ഭാരതത്തിലുള്ള പമ്പ് കൂടെ ഉണ്ട്. നേരെ പമ്പിലേക്ക് പോവാം. കുറച്ച് പെട്രോൾ ഫില്ല് ചെയ്യാം. ഒരു 300 രൂപയുടെ പെട്രോൾ കയറും തോന്നുന്നു. നോക്കാം. മുന്നൂറ് രൂപ എന്നാൽ ഒരു 150 ഓയിൽ ml. അല്ല, ഓയിൽ മുട്ടും 150 ml. 150 ml ഓയിൽ മുട്ടും. ഒരു 300 രൂപയ്ക്ക് പെട്രോൾ. 300 രൂപയ്ക്ക് ഫോൺ താ, ചാർജർ എടുത്താ. அண்ணா கொடைக்கானல் மேலே பம்பு இருக்கா? கீழே ஹில் ஸ்டார்டிங்கில் ஒரு பம்ப் இருக்குது, அது மேலே இருக்கு. ஓகே ஓகே, இன்னொரு ஏறும். സ്കൂള് കാണുന്നുണ്ടോ അറിയില്ല. കൊടൈക്കനാൽ പെരുമാൾ മലൈ എന്തെങ്കിലും വായിച്ച് തെറ്റിപ്പോയാലോ ദൈവമേ. കൊടൈക്കനാൽ എത്തിയല്ലോ. കാണുന്ന മലനിരകൾ ശേഖരങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൊടൈക്കനാൽ നമ്മുടെ ഇപ്പുറത്തും മലയാണ്, 2 സൈഡും മലയാണ്. ഇങ്ങനെ ഏതൊക്കെയോ വഴി കയറി പോകണമെന്ന് തോന്നണം. ഓക്കെ, എന്നാൽ നമുക്കിനി കൊടൈക്കനാൽ അടുത്ത് നിന്ന് കാണാം. ഓക്കെ, ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രം. എനിക്കങ്ങനെ ഒരു വലിയ പ്ലാൻ ഉണ്ടായിരുന്നില്ല. ഓൾറെഡി പോകണമെന്നൊക്കെ ഉണ്ട്, പ്ലാനല്ല.